ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡ് അറിയണം. അപ്പോൾ അങ്ങനെ 3 പേരെ കൂടിക്കാഴ്ചയും നടുക്കൊരു ബ്ലാക്ക് മെയിലൊക്കെ ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നോക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കമൻസ് ഷെയർസ് ലൈക്സ് ഒക്കെ ഇടാൻ ആരും മറക്കണ്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡിൽ സത്യങ്ങൾ അറിയാൻ പോകുവാണ് ശാലിനി. കാരണം ശാലിനി അറിയാൻ പോകുന്ന സത്യം ഇനി 6 വായിൽ നിന്നായിരിക്കും ഈ സത്യങ്ങൾ ശാലിനി അറിയുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം. അപ്പോൾ ഇന്ന് എപ്പിസോഡിൽ തുടക്കം തന്നെ കാണിക്കുന്നത് ഈ കാർത്തിക അമ്പലത്തിൽ ഹർഷന് വേണ്ടി പൂജ നടത്താൻ വന്നിരിക്കുക. ഈ ഹർഷൻ എന്ന് പറഞ്ഞാൽ അവളുടെ കാമുകൻ, വിദേശത്ത് നിൽക്കുന്ന അവളുടെ കാമുകൻ, അവൻ വേഗം തിരിച്ചു വരണം എന്നൊക്കെ പ്രാർത്ഥനയായിട്ട് മാംഗല്യ പൂജ തന്നെയാണ് കഴിപ്പിക്കുന്നത്. അതും സത്യഭാമ തന്നെ കൺവീനറായിട്ടുള്ള അമ്പലത്തിൽ നടക്കുന്ന പൂജയാവാം. എന്തെങ്കിലും ഈ കാര്യം സത്യഭാമ അറിയും. ഉച്ച കഴിഞ്ഞിട്ട് നേരെ ശാലിനിയുടെ മുന്നിൽ വന്ന് പെട്ടുപോവുകയാണ് ഈ കാർത്തിക. ശാലിനിയിൽ നിന്ന് കഴിവതും ഒഴിഞ്ഞു മാറിപ്പോകാൻ പല രീതിയിൽ ശ്രമിച്ചു. എനിക്ക് പോകണം, എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ ശാലിനിയുടെ മുന്നിൽ പറഞ്ഞിട്ടും ശാലിനി അതൊന്നും ശാലിനിയുടെ മുന്നിൽ ഒരു രീതിയിലേറ്റ. ശാലിനി പറഞ്ഞു, എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റത്തുള്ളൂ എന്നല്ലേ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ നിൽക്കുക, എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അറിയാനുള്ള കാര്യം അറിഞ്ഞിട്ട് മാത്രം നീ ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് നല്ല വാശിക്ക് തന്നെ നമ്മുടെ ശാലിനി പറയുമ്പോൾ ലാസ്റ്റ് ശാലിനിയുടെ ആ വാശിക്ക് മുന്നിൽ അവിടെ നിൽക്കുവാണ്. കാരണം ശാലിനി ഒരു രീതിയൊക്കെ പേടിയുണ്ട്. കാരണം ജില്ലാ കളക്ടർ അല്ലേ എന്നോ പേടിയും കൂടെ ശാലിനിയെക്കുറിച്ചുണ്ട്. അപ്പോൾ അവസാനം ശാലിനി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിനക്കും വിഷ്ണുവേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണ്, യഥാർത്ഥ നിങ്ങളുടെ കല്യാണം എങ്ങനെ നടന്നു എന്ന കാര്യമാണ് ശാലിനിക്ക് അറിയേണ്ടത്. അപ്പോഴത്തേക്ക് ഇവർക്ക് അതൊക്കെ പറയണോ എന്നൊരു സംശയമുണ്ട്. കാരണം വേറൊരു ഭാഗം ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ശാലിനിയോട് പറഞ്ഞാൽ ശാലിനി എന്നെ സഹായിക്കത്തില്ലേ എന്നൊരു മനസ്സിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഹർഷൻ്റെ ആയിട്ടുള്ള ഒരു ഒത്തുചേരാൻ വേണ്ടി തനിക്ക് തൽക്കാലം താമസിക്കാൻ വിഷ്ണുവിൻ്റെ ജീവിതത്തിനകത്തല്ലാതെ മാറി എവിടെയെങ്കിലും ആണെങ്കിലും തനിക്ക് തൽക്കാലം താമസിക്കാൻ ഒരു സ്ഥലമൊക്കെ ഒപ്പിച്ചു തരാനും തനിക്ക് വേണ്ട സെക്യൂരിറ്റി തരാനൊക്കെ ശാലിനിക്ക് കഴിയുമല്ലോ. അപ്പോൾ ശാലിനിയോട് ഇതൊക്കെ പറഞ്ഞാൽ എന്താണെന്നാണ് ഈ പറയുന്ന ഈ കാർത്തിക ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ശാലിനിയോട് എല്ലാം പറയാനായി തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ തന്നെ ജയശങ്കറും അതേ അമ്പലമുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പം ജയശങ്കർ ആണെങ്കിൽ കാർത്തികയുടെ ഫോട്ടോ കാണിച്ച് അമ്പലത്തിൽപ്പെട്ട വേറെ ചില പ്രധാന ആൾക്കാരെ കാണിച്ച് ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ ഈ അമ്പലത്തെ എങ്ങാനും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പല കാര്യം അന്വേഷിക്കുന്നുണ്ട്. കാരണം ജയശങ്കർ ഇപ്പം പോലീസ് സ്റ്റേഷൻ്റെ അകത്തുള്ള കംപ്ലയിൻറ്റും കൊടുത്തിട്ടാണ് ജയശങ്കർ ഈ അന്വേഷണം നടക്കുന്നത്. ശാലിനിയോട് ഈ സത്യങ്ങൾ പറയണോ വേണ്ടോ എന്നൊരു ആശങ്കയിൽ തന്നെയാണ് ഈ കാർത്തിക നിൽക്കുന്നത്. അപ്പം കാർത്തികയുടെ മുന്നിൽ ശാലിനി പറയുന്നുണ്ട്, ഞാൻ തന്നോട് വഴക്കൂടാനോ തന്നോട് ഒരു ദേഷ്യ വെറുപ്പൊന്നും എൻ്റെ മനസ്സില്ല. പക്ഷേ എനിക്ക് കുറച്ച് കാര്യമാണ്, താൻ വിഷ്ണുവേട്ടനെ എങ്ങനെയാണ് പരിചയപ്പെട്ടത്, എങ്ങനെയാണ് താൻ വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിൽ വന്നത് എന്ന കാര്യം മാത്രം എനിക്കറിയണം. ഇതിൻ്റെ പിറകിലുള്ള സത്യം എന്താ താൻ എൻ്റെ അടുത്ത് സത്യമായിട്ട് തന്നെ തുറന്ന് പറയണം. തന്നോട് ഒരു വെറുപ്പുമില്ല, തൻ്റെ അടുത്ത് ഒരു ശത്രുതയും എൻ്റെ മനസ്സിനകത്തില്ല. പക്ഷേ വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിൽ ഞാൻ വേണ്ട എന്ന് വിഷ്ണുവേട്ടൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതും എനിക്കറിയണം. കാരണം അങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ ഒരിക്കലും വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കടിച്ചു തൂങ്ങി കിടക്കാൻ ശാലിനി ഒരിക്കലും വരത്തില്ല. പക്ഷേ ഇനി എന്നെ വേണ്ടാതായാലും എനിക്കങ്ങനെ വിഷ്ണുവേട്ടനെ വേണ്ടാന്ന് വെക്കാൻ കഴിയത്തില്ല. കാരണം ഈ കഴിഞ്ഞ 6 വർഷം ഞങ്ങൾ ഒരുമിച്ചല്ല ജീവിച്ചത്, എത്രയോ അകന്നാണ് ജീവിച്ചത്. പക്ഷേ 6 വർഷത്തിലും എൻ്റെ ഹൃദയം നിറഞ്ഞു നിന്ന ഒരു മുഖം വിഷ്ണുവേട്ടൻ്റെ ആയിരുന്നു. ഇനി ഇന്നല്ല എന്നല്ല, എൻ്റെ ജീവിത അവസാന നിമിഷം വരെ വിഷ്ണുവേട്ടൻ മാത്രമാക്കി എൻ്റെ ജീവിതത്തിലെ ഏക വ്യക്തി എന്ന് പറയുന്നത്. എനിക്ക് വിഷ്ണുവേട്ടനെ അല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയത്തുമില്ല. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ തനിക്ക് തോന്നുന്നുണ്ടാവും ഞാൻ തിരിച്ച് വീണ്ടും വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള പരിശ്രമം. ഒരിക്കലുമല്ല, അതിനൊന്നും അത്രയ്ക്ക് ഞാൻ ശ്രമിക്കത്തില്ല. കാരണം ഈ 6 വർഷത്തിന് മുന്നേയും ഞാനും വിഷ്ണുവേട്ടൻ സർവ്വവിധ സുഖത്തിലും ദുഃഖത്തിലൊക്കെ ഒന്നായി ജീവിച്ച വ്യക്തികളാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടൻ അണിഞ്ഞിരിക്കുന്ന താലി തൻ്റെ കഴുത്തിൽ കിടക്കുമ്പം ആ താലി അണിയാനുള്ള യോഗ്യതയും അർഹതയും തനിക്കുണ്ടോ എന്നുള്ള കാര്യം അറിയണം. അത്രയേ ഉള്ളൂ. അല്ല തൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഒന്നുമല്ല ഞാൻ വന്നതെന്ന് പറയുമ്പം ശാലിനിയെക്കുറിച്ച് ഇവിടെ ആലോചിക്കും, ശാലിനി എന്തൊരു പാവം, എന്തൊരു സ്നേഹമാണ് വിഷ്ണുവിനോട് എന്നൊക്കെ ചിന്തിച്ചിട്ട്. പക്ഷേ ഞാൻ ഈ സത്യങ്ങളൊക്കെ ശാലിനിയോട് പറഞ്ഞാൽ വിഷ്ണു ഉദ്ദേശിക്കുന്ന കാര്യമൊന്നും നടക്കത്തില്ല. കാരണം വിഷ്ണുവിന് സത്യമോളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ശാലിനിയുടെ വായിൽ നിന്ന് അറിഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ വിഷ്ണുവേട്ടൻ്റെ പദ്ധതിയും കൂടെ പൊളിയുമല്ലോ. എനിക്ക് പക്ഷേ ഉപകാരം കിട്ടും, പക്ഷേ ചെയ്യാവോ? അപ്പം ലാസ്റ്റ് തീരുമാനിക്കുകയാണ് കാർത്തിക എല്ലാ സത്യങ്ങളും പറയാൻ തന്നെ അങ്ങ് തീരുമാനത്തിൽ വരും. അപ്പം പറയുവാണ്, ഞാൻ എല്ലാ കാര്യവും പറയാം, പക്ഷേ എനിക്കതിന് മുന്നേ ശാലിനി ഒരു കാര്യം ചെയ്തു തരണം. അതായത് ശാലിനി എനിക്കൊരു വാക്ക് തരണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാനും ശാലിനി അല്ലാതെ മൂന്നാമതൊരാൾ അറിയത്തില്ല. എന്തിന് വിഷ്ണുവേട്ടൻ പോലും അറിയാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്ക് സത്യം ചെയ്തു തരാമോ? പോരാ, ഞാൻ ശാലിനിയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന പോലെ, ഞാൻ മനസ്സ് തുറക്കുന്ന പോലെ തന്നെ ശാലിനിയുടെ മനസ്സിൽ സൂക്ഷിച്ച രഹസ്യങ്ങളൊക്കെ എന്നോടും എന്താണ് മനസ്സ് തുറന്ന് സംസാരിക്കണം. അതിന് സമ്മതമാണെങ്കിൽ ഞാൻ എല്ലാ കാര്യവും പറയാം എന്ന് പറഞ്ഞാൽ എനിക്ക് വാക്ക് തരാൻ പറ്റും ചോദിക്കുമ്പോൾ ലാസ്റ്റ് ശാലിനി ഒരു നിമിഷം ആലോചിക്കും. എന്നിട്ട് ശാലിനി അവൾക്ക് സത്യം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശാലിനി അവിടെ കയ്യിലോട്ടേക്ക് സത്യം വെച്ച് കൊടുക്കുന്നതും ആ സമയത്താണ് കറക്റ്റ് ജയശങ്കർ ഇവളെ കാണുന്നത്. ഇവളെ സ്പോട്ട് ചെയ്ത് കുറച്ചു നേരം അവൻ അമ്പരം നിൽക്കുന്നത്. ഇനി ഇവൾ തന്നെയാണോ എന്ന് നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ഇവളാന്ന് കാണുമ്പോൾ അവൻ കലിയിലാണ് നടക്കുന്നത്. കാരണം അവൻ്റെ നാട്ടിൽ അവനെക്കുറിച്ചുള്ള പേരെല്ലാം നശിച്ച് ഇവൾ ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിയതുകൊണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇവനെന്താ ഇടി എന്ന് പറഞ്ഞിട്ട് അവളെ
വിളിച്ച് എന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവൾ പേടിച്ചെന്താണ് ഒരു മരത്തിൻ്റെ ചുറ്റിലേക്ക് അങ്ങ് ഓടിപ്പോ. കാരണം സത്യം പറയാൻ വന്നവൾ പെട്ടെന്ന് ഓടിയും കൂടെ പോയി വേറൊരുത്തൻ ഇവിടെ കയറി വരുമ്പം എന്താ സംഭവിച്ചത് ശാലിനിക്ക് പോലും മനസ്സിലാവും. അങ്ങനെ ശാലിനിയുടെ അടുത്ത് വന്നിട്ട് ദാ ഇപ്പം നിങ്ങൾ കണ്ട ഒരു പെണ്ണില്ലേ എന്ന് വന്നിട്ട് ഇവൻ ജയശങ്കർ എല്ലാ സത്യങ്ങളും ശാലിനിയോട് തുറന്ന് പറയാനായിട്ട് നിൽക്കുകയാണ്. അതായത് ആ ഫോട്ടോ കാണിക്കണം, ഇവളിങ്ങനെ ഞാനുമായിട്ട് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി നിന്നതാണ്, കല്യാണ മണ്ഡപം വരെ ഒരു പ്രശ്നമല്ല, ഞാൻ അവളും തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് വരെ കഴിഞ്ഞാണ്, എങ്ങനെയാണോ മധുശ്രീയോട് സർവ്വ സത്യങ്ങളും ജയശങ്കർ പറഞ്ഞ അതേപോലെ തന്നെ ഇവളോടും സത്യങ്ങൾ പറയുവാണ്. അപ്പോൾ മധുശ്രീയെടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന് മുന്നത്തെ വീഡിയോയ്ക്കകത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. കുറച്ചൊക്കെ എന്താണ് അവിടെ അമ്പലത്തിൻ്റെ ബാക്കിയുള്ള പരിസരത്തെല്ലാം ലാസ്റ്റ് എന്താണ് ഇവളെ അന്വേഷിക്കുക. അപ്പം ഇവളാണെങ്കിൽ ഒരു മരത്തിൻ്റെ ചോട്ടി ഇങ്ങനെ പതുങ്ങിയിരിക്കണം, അയ്യോ ദൈവമേ കാണല്ലേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശാലിനി അവിടെ നിന്ന് പോകുന്നില്ല, കാരണം ഇവൾ ഓടി ഒളിച്ചു, എന്തിനാണെന്ന് അറിയത്തില്ല. ഒരുത്തൻ അവളുടെ പിറകെ ഓടുന്ന കണ്ടു, സംഭവങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പിറകെ ശാലിനി അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുവാണ്. അപ്പോഴത്തേക്കാണ് ജയശങ്കർ അടുത്ത് വരുന്നത്. ജയശങ്കർ വന്നിട്ട് ദാ നിങ്ങളോട് കുറച്ച് നേരം കൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പക്ഷേ ജയശങ്കർ അറിയത്തില്ല ഷാലിനി ആ ജില്ലയുടെ ജില്ലാ കളക്ടറാണെന്നുള്ള കാര്യമൊന്നും ജയശങ്കറിന് അറിയത്തില്ല. അപ്പം ജയശങ്കർ എന്താണ് അവളെ അപ്പം നിനക്ക് എന്ത് വേണം അവളെക്കുറിച്ച് അന്വേഷിച്ചത് ശാലിനി തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് കല്യാണം കഴിക്കാൻ ഇരുന്നിട്ട് ചതിച്ചിട്ട് പോയത് അവളെ, കാരണം എൻ്റെ നാട്ടിൽ മൊത്തം എനിക്ക് ചീത്തപ്പേരായി, ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ടാണ് അവളെ എന്നെ കളഞ്ഞിട്ട് പോയെന്നൊക്കെ ഭയങ്കര രീതിയിൽ എന്താണ് നാട്ടിൽ എനിക്കാണ് അത്രയും ആക്ഷേപം വന്നതെന്നൊക്കെ ഭയങ്കരമായിട്ട് പറയുക. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്താണെന്നറിയോ ഈ ശാലിനിക്ക് പക്ഷേ ഒരു ഡൗട്ട് അടിക്കുകയാണ്, ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ സത്യമായ കാര്യമാണോ അതോ ഇവൻ ആ പെണ്ണിനെ ട്രാപ്പ് ചെയ്ത് നടക്കുമോ? അവൾ അവനെ കണ്ട് പേടിച്ചുകൊണ്ടെങ്കിൽ എന്തൊരു കാര്യമില്ലേ? ഇവൻ പറയുന്നതൊക്കെ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് മാഡം ഞാൻ പോലീസ് സ്റ്റേഷനകത്ത് എന്താണ് കേസ് കൊടുത്തിരിക്കുവാണ്. അപ്പം പോലീസുകാരാണ് ഇവളെ ഇവിടുത്തെ എന്താണ് CCTV ദൃശ്യം പ്രകാരം ഇവളെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയെന്ന് കണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത്. അപ്പം എക്സ്ട്രാ ഫോട്ടോസൊക്കെ ഞാൻ അയച്ചു കൊടുത്തതാണ്. അപ്പോൾ ഈ നാട്ടിൽ തന്നെ കാണുമ്പോൾ ഈ നാട്ടിൽ എന്തായാലും അമ്പലത്തിൽ വരാതിരിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അമ്പലം പരിസരം എല്ലാം നടന്ന് അന്വേഷിക്കുന്നത്. ആരെങ്കിലും അമ്പലം മാത്രമല്ല മാഡം, ഞാൻ ബസ് സ്റ്റോപ്പും കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഇവളെ ഇത്രയും ദിവസം അന്വേഷണം എൻ്റെ കൺമുന്നിൽ കിട്ടിയത്. ഇവളെ കൊണ്ടുപോയിട്ട് വേണം ഞാൻ ഒരു തെറ്റും ചെയ്യാത്തവനാ നാട്ടുകാരുടെ മുന്നിൽ എല്ലാം തെളിയിക്കാന്നൊക്കെ പറയുമ്പം ശാലിനി ഒന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഇവൻ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അപ്പോൾ ശാലിനിക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് മനസ്സിലായി. കാരണം ഇവളാണോ കള്ളത്തരം പറയുന്നത്? അങ്ങനെ കള്ളത്തരം പറയുന്ന ഇവളെ വിഷ്ണുട്ടൻ കൂടെ നിർത്തുമോ എന്ന് പല ആശങ്കയാണ് ശാലിനിയുടെ മനസ്സിൽ വരുന്നത്. അതോ ഇനി ഈ കണ്ടവൻ തന്നെ പുതിയൊരു ട്രാപ്പാണോ? എല്ലാം ശാലിനി ആലോചിക്കും. ശാലിനി അങ്ങനെ എന്താണ് ഇവളെ കണ്ടതോ ഇവളറിയാതെ ഒന്നും വിട്ട് പറയുന്നുമില്ല കുറേ നേരത്തേക്ക്. പക്ഷേ ശാലിനിയുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഇവൻ്റെ വായിൽ നിറഞ്ഞ കഥ ഇനി ഇവൻ്റെ വായിൽ നിന്ന് കേട്ട കഥയാണോ സത്യം, ഇനി ഇവൾ എന്നോട് പറയാൻ വന്ന കാര്യങ്ങളാണോ സത്യം? ഇത് രണ്ടിൻ്റെ നടുക്ക് ഭയങ്കര കൺഫ്യൂഷൻ നിൽക്കുകയാണ് ശാലിനി. ഇവൻ്റെ കണ്ണൊക്കെ വെടിച്ച് കാർത്തിക എങ്ങനെയോ സത്യഭാമയുടെ വീട് വരെ എത്തിച്ചേർന്ന് അങ്ങനെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് കാർത്തിക അടുത്ത പണി വരുന്നത്. അടുത്ത പണിയും പറയുന്നത് പറയുന്നത് മധുശ്രീയാണ് വിളിക്കുന്നത്. അപ്പോൾ മധുശ്രീയുടെ കോളാണ്. ആ എന്നെ മനസ്സിലായില്ലേ, ഞാൻ പരിചയപ്പെട്ടായിരുന്നല്ലോ മധുശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സംസാരിച്ച് ലാസ്റ്റ് പറയുവാണ്, ഇന്ന് ഞാനേ വഴി വെച്ച് ഒരു ചെറുപ്പക്കാരനെ കണ്ട്, അവൻ്റെ പേര് ജയശങ്കർ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇവളങ്ങ് ഞെട്ടി നിൽക്കുമോ, ജയശങ്കറോ? ഇന്ന് അവനെ അവിടെ വെച്ച് കാണും ചെയ്ത് ജയശങ്കർ എന്നൊരു ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെട്ടു. അവനാണെങ്കിൽ അവൻ്റെ കല്യാണം നടക്കായിരുന്നു, അവൻ്റെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഒരു പെണ്ണ് അവനെ ചതിച്ചിട്ട് അങ്ങ് ഓടിപ്പോയി. അത് കാരണം ആ ചെറുപ്പക്കാരന് ഇപ്പം നാട്ടിൽ നടക്കാൻ പറ്റത്തില്ല. അതും വലിയ ഏതോ ഒരു വീട്ടിലെ ഒരു പെൺകുട്ടീനെയാണ് കല്യാണം കഴിക്കുന്നത്. നല്ല അന്തസ്സുള്ള കുടുംബത്തിലെ പെൺകുട്ടി ഒളിച്ചോടിപ്പോയിന്ന് പോലും. ആർക്കറിയാം അവളെ കാരാന്ന് പറഞ്ഞിട്ട് ഭയങ്കര നമ്പറാടോ ഇറക്കുവാണ്. അതായത് അത് കേൾക്കുമ്പോൾ തന്നെ ഇവക്കങ്ങ് ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടുവാണ്. ആദ്യം ഇവളങ്ങ് ഫോൺ കട്ട് ചെയ്യുമോ, എന്നിട്ട് വീണ്ടും വിളിച്ചിട്ട് ഇതൊക്കെ തന്നെ വിളിച്ച് പറയുന്നത് എന്താണെന്നറിയോ, ആ ഒളിച്ചോടിപ്പോയ പെണ്ണിൻ്റെ പേരും കാർത്തികയെന്നാ. അതും നീ വിഷ്ണുവേട്ടനെ വിവാഹം കഴിച്ച അതേ ദിവസം തന്നെ ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ആ പെണ്ണ് ഒളിച്ചോടിപ്പോയിരിക്കുന്നത്. അവൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നോ CCTVക്കകത്ത് എന്താണ് ആ പെണ്ണിൻ്റെ ഫോട്ടോ വന്നെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെ ഒരു കാര്യമുണ്ട്, അവൻ ആ ഫോട്ടോ എന്നെ കാണിച്ചെന്നു. അവൾക്ക് അതോടെ തന്നെ കാർത്തിക അതോടെ എന്താണ് വരണ്ട് കഴിഞ്ഞ് ആ ഫോട്ടോയിലെ പെണ്ണിനെ കണ്ടാൽ നിൻ്റെ അതേ മുഖമാണെന്നേ പറയത്തുള്ളൂ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, അവനോടെ നിന്നെ ഇവിടെ കണ്ടതായിട്ടും നീ വിഷ്ണുവിൻ്റെ പെണ്ണായിട്ട് വന്ന കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നിൻ്റെ വീട്ടുകാർക്കൊക്കെ വന്ന് അവരെ ഒന്ന് കാണാമല്ലോ. അതൊക്കെയല്ലേ, നീ അല്ലെങ്കിലോ ചിലപ്പോൾ നീ ആണെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഭയങ്കര നമ്പർ ഇറക്കണം. അപ്പോഴത്തേക്ക് ഇവളങ്ങ് ടെൻഷൻ, അയ്യോ പറയില്ലേ പ്ലീസ് ദയവേത് പറഞ്ഞു കൊടുക്കല്ലേ. അതെന്താ ഞാൻ ഏതോ ഒരു കാർത്തികയുടെ കാര്യമല്ലേ പറയുന്നത്, നിനക്ക് എന്തിനാ ഇത്ര ടെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അടവ് നമ്പരൊക്കെ അങ്ങ് ഇറക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് കേട്ട് പേടിച്ച് ഈ മധുശ്രീയുടെ ബ്ലാക്ക് മെയിലിനകത്ത് കറക്റ്റായിട്ട് കാർത്തിക ചെന്ന് നന്നായിട്ട് പെട്ടിരിക്കും. ഇനി കാർത്തികയുടെ വായിന്ന് ഒരിക്കലും ശാലിനിയിലേക്ക് സത്യങ്ങൾ പോകാൻ പോകുന്നില്ല. ഇനി ശാലിനിയുടെ മുന്നിലുള്ള കാര്യം ജയശങ്കർ പറഞ്ഞതും പോലീസ് സ്റ്റേഷനുമായിട്ടുള്ള ലിങ്കിൽ നിന്ന് അന്വേഷിച്ച് പോകാൻ പറ്റുന്നതാണ് നമ്മുടെ ശാലിനിയുടെ മുന്നിൽ ഉള്ള കാര്യം. പക്ഷേ അതിനേക്കാളും വമ്പൻ ട്വിസ്റ്റ് ഇനി കാണാൻ പോകുന്ന അടുത്ത 5-6 എപ്പിസോഡിൽ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും കമൻസും ഷെയർസ് ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ.